പാലക്കാട് ചിറ്റൂരിൽ 6 വയസ്സുകാരനെ കാണാനില്ലെന്ന് പരാതി. എരുമങ്കോട് നിന്നാണ് സുഹാൻ എന്ന 6 വയസ്സുകാരനെ കാണാതായത്. കുട്ടികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഇറങ്ങിപ്പോയതെന്ന് വീട്ടുകാരുടെ സംശയം. ഇപ്പോൾ മിസ്സിംഗ് ആയ കാര്യം എനിക്ക് 2:15-2:30 ആ സമയത്ത് അറിയണത്. അന്വേഷിച്ച് വന്നു, എല്ലാവരും സഹകരിച്ചു, എല്ലാവരും നോക്കി പിടിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടനെന്നെയും കൂടെ വഴക്കായപ്പോൾ ആ ചെറിയ കുട്ടി പുറത്തിറങ്ങിപ്പോയതെന്ന് അങ്ങനെ പറഞ്ഞു. അപ്പം തൊട്ട് മിസ്സിംഗ് ആണെന്നാണ് പറഞ്ഞത്. എനിക്ക് മിസ്സിംഗ് ആയത് 1 മണിക്ക് 1:15 പറയണത്. എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയത് 2:30 സമയത്താണ് കിട്ടിയത്. അപ്പോൾ അന്വേഷിച്ച് വരുമ്പോഴാണ് പോലീസുകാരൊക്കെ വന്നിട്ട് ഇന്ന് വീട്ടിൽ ചെറിയൊരു പിണക്കം, ചേട്ടനുമായിട്ട് ചെറിയൊരു പിണക്കത്തിൻ്റെ പിണക്കത്തിൽ ഒന്ന് പുറത്തിറങ്ങിയതാണെന്ന് പറഞ്ഞു. കുറച്ച് ദൂരെ കണ്ടതായിട്ട് പറയുന്നുണ്ട്, ഒരു 100 മീറ്റർ അപ്പുറത്ത് കണ്ടതായിട്ട് പറയുന്നുണ്ട്. തിരിച്ചു വരാൻ വഴി ഓർമ്മ നിൽക്കാത്തൊരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫിക്സ് വല്ലതും വന്ന് അങ്ങനെ എവിടെയെങ്കിലും മയങ്ങി കിടക്കാനും ഒരു സാധ്യതയുണ്ട്. ഡോഗ് സ്ക്വാഡ് ചെന്ന സ്ഥലത്തെല്ലാം ഫയർ ആൻഡ് റെസ്ക്യൂ പരിശോധിച്ചിരുന്നു. അവിടെയൊന്നും കാണാത്തത് കൊണ്ട് ഇനിയൊരു പോസിബിലിറ്റി ഇതാണ്. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, പരിശോധന എങ്ങനെയാണ് നടക്കുന്നത്? എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? 11 മണി മുതൽ കാണാതായ കുഞ്ഞാണ്, 6 വയസ്സുകാരനാണ്. പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും രാവിലെ മുതൽ ഏകദേശം ഒരു ഉച്ചയ്ക്ക് 1 മണി മുതൽ തന്നെ ഈ പരിശോധന ആരംഭിച്ചതാണ്. ഒരുപാട് സാധ്യതകൾ അല്ലെങ്കിൽ സാഹചര്യ തെളിവുകളിലൊക്കെ എല്ലാം പരിശോധിച്ചുവെങ്കിലും അതൊന്നും അവിടെയൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പരിശോധന ഇപ്പോഴും തുടരുകയാണ്. പോലീസ് ഈ വീടിന് സമീപ പ്രദേശത്തുള്ള ഇടങ്ങളിൽ കുറ്റിക്കാടുകളും മറ്റ് പൊന്ത കെട്ടിയ സ്ഥലങ്ങളും എല്ലാം വിശദമായി പരിശോധിച്ചു വരും. ഇപ്പോൾ രാത്രിയും നാട്ടുകാരും പോലീസുകാരും ചേർന്ന് പ്രദേശത്താകെ തിരച്ചിൽ തുടരുകയാണ്. ആശങ്ക മാറിയിട്ടില്ല. എന്ത് സംഭവിച്ചു എന്നതിന് ഒരു വ്യക്തതയില്ല. സമീപത്തെ CCTV ദൃശ്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കുന്നതായിരുന്നു. അതിലൊന്നും ദൃശ്യങ്ങൾ ഒന്നും ഇതുവരെയും ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആശങ്കയുണ്ട്. ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഈ വെള്ളത്തിൽ സമീപത്തെ 3 കുളങ്ങളുണ്ട്. ഈ കുളത്തിൽ നേരത്തെ പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഈ ഇരുട്ടായതോടുകൂടി ഫയർഫോഴ്സ് പരിശോധന അവസാനിപ്പിച്ചു. പക്ഷേ പോലീസും നാട്ടുകാരും ചേർന്ന് പ്രദേശത്താകെ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്.